നവംബർ 16 ശനിയാഴ്ച. ലൂക്ക 18 1 മുതൽ 8 വരെ വാക്യങ്ങൾ. സ്ഥിരോത്സാഹത്തിൻ്റെ ഐതിഹാസിക ഉദാഹരണമാണ് തോമസ് എഡിസൺ. വൈദ്യുത ബൾബ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹം ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടു. ഈ പരാജയങ്ങളെ തോൽവികളായി കാണുന്നതിന് പകരം എഡിസൺ ഓരോന്നും ഒരു പഠനാനുഭവമായി വീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം ആധുനിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. വിജയം പലപ്പോഴും സ്ഥിരോത്സാഹത്തിലൂടെയും തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നതിലൂടെയും ആണെന്ന് എഡിസന്റെ കഥ തെളിയിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള പരിചിതമായ ഉപമ നാം കേൾക്കുന്നു. ഈ ഉപമയിൽ 2 കഥാപാത്രങ്ങളുണ്ട്, ഒരു വിധവയും ന്യായാധിപനും. ന്യായാധിപൻ്റെ ചിത്രം ലൂക്ക സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് അത്ര നല്ല പോസിറ്റീവ് ആയിട്ടല്ല. പട്ടണത്തിലെ ഒരു വിധവ ന്യായാധിപൻ്റെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞു, എൻ്റെ എതിരാളിക്കെതിരെ എനിക്ക് ന്യായമായ വിധിന്യായം നൽകുക. ജഡ്ജി പലതവണ വിധവയെ ഒഴിവാക്കി. എന്നിരുന്നാലും ആ സ്ത്രീ ഉറച്ചു നിന്നു. അവൾ ജഡ്ജിയെ വിശ്രമിക്കാൻ അനുവദിച്ചില്ല. ഒടുവിൽ തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സമാധാനം വേണമെങ്കിൽ വിധവയുടെ കാര്യത്തിൽ ന്യായമായ തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് ന്യായാധിപൻ മനസ്സിലാക്കി. ന്യായമായ വിധി പറഞ്ഞില്ലെങ്കിൽ വിധവ വന്ന് അവനെ ഉപദ്രവിച്ചേക്കുമെന്ന് അദ്ദേഹം ആശങ്കാകുലനായിരുന്നു. ഉപമയുടെ ഉദ്ദേശ്യം വിശ്വാസികളെ എല്ലാ പ്രതിബന്ധങ്ങൾക്കും എതിരായി തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. നേതൃസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് 2 സന്ദേശം ഈ ഉപമയിലുണ്ട്. ഒന്നാമതായി, അഴിമതിക്കാരനായ ഒരു ന്യായാധിപനെ നീതിമാനായ ദൈവവുമായി സംയോജിപ്പിക്കുന്നത് ദുഷിച്ച ലോകത്തിൽ പോലും ദൈവഹിതം പ്രവർത്തിക്കുന്നുവെന്ന് സൂചിപ്പിക്കുകയാണ്. ന്യായാധിപൻ്റെ ജോലി നീതി പാലിക്കുക എന്നതാണ്. ദൈവത്താൽ വിധവ അവനോടൊപ്പം അവസാനിക്കുമ്പോഴും അവൻ നീതി നടത്തും. അതിനാൽ വ്യവസ്ഥാപിത അനീതിയുടെ നടുവിലും നീതി നടപ്പാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ട്. നമ്മുടെ ജീവിതകാലത്ത് ലോകത്തിലെ എല്ലാ തെറ്റുകളും നമുക്ക് തിരുത്താൻ കഴിയില്ല. എന്നാൽ നാം ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. നമ്മുടെ ജോലി അപൂർണമായ സംവിധാനങ്ങൾക്കിടയിലും വലിയ നന്മയ്ക്കായി പ്രവർത്തിക്കുക എന്നതാണ്. അഴിമതി നിറഞ്ഞ ലോകത്ത് നീതി നടപ്പാക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്നതാണ് 2ാമത്തെ കാര്യം. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടതും നമ്മുടെ ജോലിയിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടതിൻ്റെയും ആവശ്യകത. രോഗബാധിതമായ ഈ ലോകത്ത് അത്ഭുതകരമായ സൗഖ്യം കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുന്നത് പോലെ ഈ ദുഷിച്ച ലോകത്ത് അത്ഭുതകരമായ നീതി കൊണ്ടുവരാനും ദൈവത്തിന് കഴിയും. ഒരു ദിവസം പെട്ടെന്ന് ബെർലിൻ മതിൽ തുറക്കുന്നു.
വർണ്ണവിവേചന ഭരണകൂടം തകരുന്നു, സമാധാനം പൊട്ടിപ്പുറപ്പെടുന്നു. ഈ വിധവയുടെ ഉപമയിൽ ദൈവം അവരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. വിധവയുടെ സ്ഥിരോത്സാഹം മാത്രമാണ് ന്യായാധിപനെ നീതിപൂർവം പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ദൈവം അദൃശ്യനായ ഒരു നടനാണെന്ന് യേശു സൂചിപ്പിക്കുന്നു. ദൈവം രാവും പകലും തന്നോട് നിലവിളിക്കുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നൽകില്ലേ? ഒരു ചൊല്ലുണ്ട്, അവസാന 15 മിനിറ്റ് യുദ്ധരംഗത്ത് നിൽക്കുന്ന ശക്തിയാണ് യുദ്ധം ജയിക്കുന്നത്. ഒരു ബോക്സർ അവസാന ബെൽ വരെ റിങ്ങിൽ നിന്നാൽ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് ചാമ്പ്യനാവുന്നത്. തളരാതെ പ്രതീക്ഷയ്ക്കപ്പുറം പോരാടുന്ന ഒരു ശസ്ത്രക്രിയ വിദഗ്ധനാണ് ഹോപ്പ്ലെസ് ആയിട്ടുള്ള കേസുകൾ രക്ഷപ്പെടുത്തുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.